ഹലോ കൂട്ടരെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ കറി എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു കറി. ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. പിന്നെ എങ്ങനെയായി തീരുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടെന്ന് വെച്ചാൽ നല്ല കറിയാണ്, ദോശക്കും ചോറിനും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ നല്ല കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കുക. അതിൽ 10 ചെറിയ ഉള്ളി, പിന്നെ അതേപോലെ പിന്നെ ഒരു 5 കായ് അല്ലെ 5 അല്ലി വെളുത്തുള്ളി എടുക്കുക. പിന്നെ അത് നല്ലവണ്ണം എണ്ണയിലിങ്ങനെ വെളിച്ചെണ്ണയിലിങ്ങനെ നല്ലവണ്ണം വഴറ്റുക. വഴറ്റിയിട്ടൊരു എന്താ പറയുക, നമുക്കൊരു പാകമായ ശേഷം അതങ്ങോട്ട് സൈഡിലാക്കിയിട്ട് ഒരു തക്കാളി ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിലിട്ടിട്ട് അതും നല്ലവണ്ണം വഴറ്റുക. നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ തന്നെ ഇങ്ങനെ വഴറ്റണം. നല്ലോണം വഴറ്റിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഏകദേശം ഈ കളറ് വന്നില്ലേ, അപ്പോൾ എനിക്കൊരു പറ്റിയ കൂട്ടുകാരെല്ലാം ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ചാർജ് ഇല്ലായിരുന്നു. പിന്നെ പോയിട്ട് ചാർജ് കുത്തിയതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്ക് ചാർജ് ആകുന്നവരെ കാത്തു നിന്നതാണ്. നിങ്ങൾക്കിത് വീഡിയോയിലിട്ട് കാണിച്ചു തരണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ അരപ്പ് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയിൽ നല്ലവണ്ണം എന്താ പറയുക, അതിലുള്ള വെള്ളമൊക്കെ നല്ല ഉണങ്ങിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടു ഇടുക. അത് കടുകിട്ടില്ല, അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യുക, ഉലുവയിടുക. ഉലുവയിട്ട് അതിങ്ങനെ എന്താ പറയുക നല്ലവണ്ണം വഴറ്റുക. വഴറ്റുമ്പം തന്നെ നല്ല കുറച്ച് ഏകദേശം ആയതിനു ശേഷം നമ്മളെന്ത് ചെയ്യുക, കുറച്ച് നമ്മൾ ഇഞ്ചി ഓപ്ഷനിലാണ്, അതും പച്ചമുളകൊക്കെ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ അത് ഇതിലിടുക. അപ്പോൾ അതിങ്ങനെ നല്ലവണ്ണം വഴറ്റുക. പിന്നെ ഇതിൽ നമ്മൾ ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ചിലയൊക്കെ പുളിപ്പ് പറ്റാത്ത ആൾക്ക് പിന്നെ എന്താ പറയുക, തക്കാളി നമ്മൾ വലിയ തക്കാളിയാണ് ഇട്ടത്, അതുകൊണ്ട് പുളി വേണ്ട. ഓക്കെ. ഇപ്പോൾ പറഞ്ഞു തന്നെ തേങ്ങ അരച്ചത്. അപ്പോൾ വെന്ത് വരുമ്പോൾ ഞാൻ ഈ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. മീനൊക്കെ നല്ലവണ്ണം വരുന്നുണ്ട്. അപ്പോൾ